ഹലോ എവരി വൺ, നമ്മളിന്ന് സേമിയ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉപ്മാവാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. സേമിയ ഉപ്മാവ് അഥവാ വേമസലി ഉപ്മാവിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു സവാള അരിഞ്ഞത് മീഡിയം സൈസാണ്, ഒരു പച്ചമുളക്, ഇത് എരിവില്ലാതെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളത്, എരിവില്ല ഇതിന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 പച്ചമുളക് ചെറുതെടുത്താൽ മതിയാവും. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 വറ്റൽമുളക് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി. 2 ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്ന കറിവേപ്പില. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ഇതിൽ ഒഴിച്ചുവിടാനാകാത്ത ഒന്നാണ് ക്യാരറ്റ്. എൻ്റെ കയ്യിലില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. ഉള്ളവർ ക്യാരറ്റ് ഉപയോഗിക്കുക നിർബന്ധമായിട്ടും. ക്യാരറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളത് കഴിക്കുമ്പോൾ ഒരു മധുരവും കൂടെ ഫീൽ ചെയ്യും, അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് ഇതിൽ വേണ്ടത്. വേമസലി വേണം, സേമിയ അത് വറുത്തതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വറുത്തതില്ല, അതുകൊണ്ട് ഞാൻ വറുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ വറുത്ത സേമിയ തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. അപ്പോൾ നമ്മളിതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറ്റൽമുളക്, ഇഞ്ചി. ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിൽ തന്നെയാണ് സേമിയ വറുത്തത്. എൻ്റെത് വറക്കാത്ത സേമിയ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ചട്ടി ചൂട്. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി സവാള ആഡ് ചെയ്ത് കൊടുക്കുക, പച്ചമുളക്, ബീൻസ്, ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് ഇത്തിരി ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യാൻ നമുക്ക്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറേ നേരം ഇളക്കേണ്ട കാര്യമില്ല. കുറച്ച് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നില്ല, ഒരു 3-4 മിനിറ്റ് എണ്ണയിൽ കിടന്ന് വഴറ്റുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടും. ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരറ്റ് ആഡ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ആഡ് ചെയ്യാനത്. ക്യാരറ്റും കൂടെ ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗി, കാണാനും ഭംഗിയുണ്ടാവും, കളർഫുള്ളായിരിക്കും. അതുപോലെ തന്നെ കഴിക്കുമ്പോൾ ഒരു മധുരം കൂടെ ഫീൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മളെ വീട്ടിൽ ഇപ്പം പെട്ടെന്ന് നമ്മൾ മാവൊന്നും അരച്ച് വെച്ചില്ല, അല്ലെങ്കിൽ രാവിലത്തേക്കൊന്നും നമ്മളൊന്നും പ്ലാൻ ചെയ്ത് വെക്കാത്തൊരു ദിവസം പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വീട്ടിൽ വേറെ എന്തെങ്കിലും കൂടുതൽ ക്ലീനിങ് വർക്കോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ ഉപ്മാവല്ലേ പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് വാടിയിട്ടുണ്ട്. ആ സമയം നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത്രയും വെള്ളമാണ് ഒഴിക്കുന്നത്, ചെറിയൊരു കപ്പാണ്. ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഏകദേശം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അതിനെ ഇളക്കിയിട്ട് അനങ്ങാതെ വെച്ചാൽ മതി. കുറേ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരു തവണ ഉണ്ടാക്കുമ്പോൾ കുക്കറിലൊന്ന് വിസിലിട്ടിട്ട് ചെയ്ത് നോക്കി, അപ്പോൾ ഓവർ കുക്കായിപ്പോയി. അത് അത്ര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നിയിട്ടുള്ളത്. ഇനി കുറച്ച് മസാല ഇഷ്ടമുള്ളവർക്ക് ഇത്തിരി ഗരം മസാല കുറച്ച്, ഒത്തിരി ഒന്നും ആഡ് ചെയ്യരുത്, ചുവ വരും. ഇത്തിരി ആഡ് ചെയ്യും. എനിക്ക് ഈ ഒരു നോർമൽ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് മസാലാസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചിട്ട് നമുക്കത് ലോ ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ തന്നെ വേറൊരു റെസിപ്പി ഉണ്ട്, ചിക്കനും എഗ്ഗൊക്കെ വെച്ചിട്ട്. അതൊരു ഫ്രൈഡ് റൈസ് രീതിയിലാണ്. അത് നമുക്കൊരു ദിവസം ചെയ്ത് നോക്കാം. ഇതൊരു വെജിറ്റേറിയൻ സ്റ്റൈലിൽ മോർണിംഗ് ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞ ചിക്കൻ നോൺ വെജ് ഐറ്റം വരുമ്പോൾ നമുക്ക് ഡിന്നറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ വേറൊരു റെസിപ്പി ആയിട്ട് ചെയ്യാം. അപ്പം നമുക്കിനി വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിത് അടച്ചു വെക്കുകയാണ്. ഫ്ലെയിം കുറച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്, കഴിച്ച് നോക്കാം. അപ്പോൾ വേമസലി ഉപ്മാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ വേറൊരു റെസിപ്പിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. താങ്ക് യു. പ്ലീസ് സപ്പോർട്ട് മീ.